Hello everyone, welcome to today's class, and today we are here to speak about psychological attributes, and in psychological attributes we are here to talk about cognitive abilities. So let me just give you an introduction to cognitive abilities. എന്താണ് cognitive abilities? Cognitive abilities are mental skills for processing information, analyzing problems and learning. ആ സെന്റൻസിൽ തന്നെ ഉണ്ട് നമുക്ക് കാര്യം എന്താണ് കോഗ്നിറ്റീവ് എബിലിറ്റി എന്നുള്ളത്. അതായത് ഇത് ഒരു തരം മെന്റൽ സ്കില്ലാണ്. നമ്മുടെ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രോസസ്സിങ് ഇൻഫോർമേഷൻ. നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് ചെവിയിലൂടെ എത്തുമ്പോൾ അത് ബ്രെയിനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ബ്രെയിനിലേക്ക് പോയി അവിടെ ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മെന്റൽ എബിലിറ്റി, അതുപോലെ തന്നെ അനലൈസിങ് പ്രോബ്ലംസ് വരുമ്പം നമ്മൾ ഒരിക്കലും പേടിച്ച് ഓടുകയല്ല ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാൻ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് അബിലിറ്റീസ് ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാവില്ല. ആൻഡ് ലേണിംഗ്, പഠിക്കുന്നത്, പഠിത്തം എന്നുള്ളത് അക്കാഡമിക് എന്നുള്ള ആസ്പെക്റ്റിൽ മാത്രമല്ല വരുന്നത്. നമുക്ക് എല്ലാ രീതിയിലും പറയാം. അതിപ്പം എന്താ പറയാ, ABCD പഠിക്കുന്നതായാലും അല്ലെങ്കിൽ നടക്കാൻ പഠിക്കുന്നതായാലും എല്ലാം ഒരു തരം ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ കോഗ്നിറ്റീവ് അബിലിറ്റീസിൽ എന്തൊക്കെയാണ് വരുന്നത്? മെയിൻ ആയിട്ട് വരുന്നത് വെച്ചാൽ പെർസെപ്ഷൻ, അറ്റൻഷൻ, മെമ്മറി, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പം ഈ അബിലിറ്റീസ് ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങളാണ് പെർസെപ്ഷൻ, അറ്റൻഷൻ, മെമ്മറി, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അതായത് നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ നോക്കി കാണുന്നു, അതായത് ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു. അപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇപ്പം എൻ്റെ മുന്നിൽ ഒരാൾ വീണ് കിടക്കുകയാണ്. അപ്പോൾ വീണ് കിടക്കുമ്പം അയാളെ എനിക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തോന്നുന്നത് എൻ്റെ കോഗ്നിറ്റീവ് അബിലിറ്റി വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒരാളെ അവിടെ ഉള്ളത് ഞാൻ കാണുക പോലും ഇല്ല, അല്ലെങ്കിൽ അയാളെ മൈൻഡ് ചെയ്യാതെ ഞാൻ നേരെ നടന്നു പോകും. അങ്ങനെയാണോ? അല്ല, അത് നമ്മുടെ കോഗ്നിറ്റീവ് അബിലിറ്റീസ് കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പം ഇത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ കോഗ്നിറ്റീവ് അബിലിറ്റീസ് നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. സോ വാട്ട് ആർ സൈക്കോളജിക്കൽ അട്രിബ്യൂട്ട്സ്? സൈക്കോളജിക്കൽ അട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ ലൈക്ക് ഇൻഡിവിജ്വൽ, ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ ആൾക്കാർ, നമ്മൾ ഈ ഭൂമിയിലുള്ള ഓരോ ആൾക്കാരും എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. അതായത് നമ്മളെ ഇടയിൽ ഡിഫറൻസസ് ഉണ്ട്. എല്ലാവരും ഒരുപോലെ എന്ന് പറയുമെങ്കിൽ എല്ലാവർക്കും തമ്മിലൊരു ഡിഫറൻസസ് ഉണ്ടാവും. അപ്പം ഈ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് നമ്മുടെ ഇൻഡിവിജ്വൽ ട്രേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതായത് തിങ്കിങ്, ഫീലിംഗ്, ബിഹേവിയർ, നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇമോഷൻസ്, സങ്കടമായാലും സന്തോഷമായാലും അതൊക്കെ എല്ലാവരുടെയും വ്യത്യാസമായിരിക്കും. അതേപോലെ ബിഹേവിയർ, എങ്ങനെയാണ് പെരുമാറുന്നത്, സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്. അതായത് ഒരാൾ മാത്രം ഉള്ളപ്പോൾ, അയാൾ മാത്രം ഉള്ളപ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അതൊക്കെ. അപ്പം ഒരാളുടെ ഇന്റലിജൻസ്, ഒരാളുടെ ബുദ്ധി, ഒരാളുടെ പേഴ്സണാലിറ്റി, അതേപോലെ അയാളുടെ ക്രിയാത്മകമായ കഴിവ്, അതേപോലെ ആപ്റ്റിറ്റ്യൂഡ്, അതായത് ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആ ഒരു ത്വര, അതേപോലെ അതിനുള്ള മെന്റൽ ശക്തി, അതേപോലെ ഇമോഷണൽ സ്ട്രെങ്ത്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തമായ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യനെ എന്താ പറയാ, ഒരു ബെറ്റർ പേഴ്സൺ ആയി മാറ്റും. അതായത് ഒരു കൂടുതൽ നല്ല വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ. ഈ സൈക്കോളജിക്കൽ, ഈ പറഞ്ഞ ഇന്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, അപ്പം അതേപോലെ ഇമോഷണൽ സ്ട്രെങ്ത്. അതായത് നമ്മൾ എപ്പോഴും സന്തോഷം കൊണ്ടിരുന്നാൽ മാത്രം പോരാ, ചിലപ്പോൾ സങ്കടം ഉണ്ടാവും. പക്ഷെ എല്ലാം നമ്മൾ സഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് സൊസൈറ്റിയിൽ നമ്മളൊരു നല്ല ആളായി മാറുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായി മാറുന്നത്. അപ്പോൾ
These attributes shape academic achievement, social interactions, and personal development. So, major domains of psychological attributes എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് വരുന്നത്? ഇതിൽ വരുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞു കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻസ്. അപ്പോൾ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് അബിലിറ്റീസ് റിലേറ്റഡ് ടു തിങ്കിങ് ആൻഡ് റീസണിങ്. അതായത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നതും അതുപോലെ അത് നമ്മൾ ഡെഡ്യൂസ് ചെയ്യുന്നത്, അതായത് ആലോചിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും എന്തുകൊണ്ട്, വാട്ട്, വൈ, വെൻ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനിങ് നമ്മൾ ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് നടക്കാൻ കാരണം കോഗ്നിറ്റീവ് ഡൊമൈനാണ് നമ്മുടെ മനസ്സിന്റെ. പിന്നെ വരുന്നത് വെച്ചാൽ അഫക്റ്റീവ് ഡൊമൈൻ. അപ്പൊ അഫക്റ്റീവ് ഡൊമൈൻ വരുന്നത് വെച്ചാൽ നമ്മൾക്ക് ഒരു കാര്യത്തിനുള്ള ആറ്റിറ്റ്യൂഡ്, അതേപോലെ നമുക്ക് നമ്മളെ തന്നെ കുറിച്ചുള്ള ഒരു ധാരണ, അതേപോലെ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ഇതൊക്കെ വരുന്നത് അഫക്റ്റീവ് ഡൊമൈനിലാണ്. നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ നോക്കിക്കാണുന്നു, നമ്മൾ ബാക്കിയുള്ളവരെ എങ്ങനെ നോക്കിക്കാണുന്നു, നമ്മൾ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, അപ്പൊ ഇതൊക്കെ വരുന്നത് അഫക്റ്റീവ് ഡൊമൈനിലാണ്. പിന്നെ വരുന്നത് സൈക്കോമോട്ടർ ഡൊമൈൻ. അപ്പം സൈക്കോമോട്ടോർ, അപ്പം ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ. സൈക്കോ എന്ന് വെച്ചാൽ സൈക്ക് അതായത് നമ്മുടെ മനസ്സ്, നമ്മുടെ മൈൻഡ്. അപ്പൊ മോട്ടോർ എന്ന് വെച്ചാല് സാധാ നമ്മുടെ മോട്ടർ അല്ല, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ് ആണ്. അതായത് മോട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് മൂവ്മെന്റ് ആണ്. അപ്പൊ സ്കിൽസ് ഇൻവോൾവിങ് ഫിസിക്കൽ മൂവ്മെന്റ് ആൻഡ് കോർഡിനേഷൻ. ലൈക്ക് ഇപ്പൊ നമ്മളിവിടെ ഇരിക്കാൻ അല്ലെങ്കിൽ നമ്മളിപ്പോ നടക്കുമ്പോൾ നമ്മുടെ കൈയും കാലും ചരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കോർഡിനേഷൻ വരുന്നത് നമ്മുടെ മൈൻഡും കൂടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ കുറച്ചുകൂടി നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരാൾ ഗിറ്റാർ പഠിക്കുന്നു. എല്ലാവർക്കും ഗിറ്റാർ വായിക്കാൻ പറ്റണം എന്നില്ല. പക്ഷെ ഒരാൾ നന്നായി ഗിറ്റാർ വായിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സൈക്കോമോട്ടർ ഡൊമൈൻ അത്രയും നന്നായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ കോഗ്നിറ്റീവ് അബിലിറ്റീസിന്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ട്, അതായത് ഞാൻ പറഞ്ഞു അത്യാവശ്യമാണ്, നമ്മുടെ ലൈഫിൽ അത്യാവശ്യമാണ് കോഗ്നിറ്റീവ് അബിലിറ്റീസ് ഒക്കെ. എന്തുകൊണ്ടാണ് കോഗ്നിറ്റീവ് അബിലിറ്റീസ് അത്യാവശ്യം? അപ്പം മെയിൻ ആയിട്ട് ആദ്യം തന്നെ പറയാം, ദേ എനേബിൾ ലേണിംഗ്. കോഗ്നിറ്റീവ് അബിലിറ്റീസ് എനേബിൾ ലേണിംഗ്. അതായത് നമുക്ക് ഭയങ്കര ടഫായിട്ടുള്ള, മനസ്സിലാക്കാൻ പാടുള്ള ഐഡിയാസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ സഹായിക്കുന്നത് ഈ കോഗ്നിറ്റീവ് അബിലിറ്റീസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതേപോലെ നമ്മൾ പുതിയൊരു സ്ഥലത്ത് പോയാൽ അല്ലെങ്കിൽ പുതിയ എൻവയോൺമെന്റ്സിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ അവിടെയും നമ്മൾ നമ്മളായിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഈ കോഗ്നിറ്റീവ് അബിലിറ്റീസ്. അതേപോലെ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും ക്വിക്ക് ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് പറ്റണം എന്നില്ല. പക്ഷെ എന്നിരുന്നാലും അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നത് കോഗ്നിറ്റീവ് അബിലിറ്റീസ് ആണ്. അതേപോലെ നമ്മുടെ അക്കാഡമിക് സക്സസിനും കരിയർ അഡ്വാൻസ്മെന്റിനും പേഴ്സണൽ ഗ്രോത്തിനും ഇതൊക്കെ അത്യാവശ്യമാണ് കോഗ്നിറ്റീവ് അബിലിറ്റീസ്. ആൻഡ് നമ്മുടെ ഇന്റലക്ച്വൽ, നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇതിനൊക്കെ കോഗ്നിറ്റീവ് അബിലിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് കോഗ്നിറ്റീവ് അബിലിറ്റീസ് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് വെച്ചാൽ അറ്റൻഷൻ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് നമുക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ശ്രദ്ധ തിരിക്കാൻ പറ്റുന്നതാണ് അറ്റൻഷൻ. ചിലവർക്ക് ഒരു കാര്യത്തിലല്ലാതെ ചിലർക്ക് 2-3 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റും. അവരുടെ കോഗ്നിറ്റീവ് അബിലിറ്റി ഡിഫറെന്റ് ആണ്. പെർസെപ്ഷൻ എന്ന് വെച്ചാൽ ഇന്റർപ്രറ്റിംഗ് സെൻസറി ഇൻഫർമേഷൻ. പെർസെപ്ഷൻ എന്നുള്ളത് കണ്ണുകൊണ്ട് മാത്രം കാണുന്നതല്ല, അത് ചെവി കൊണ്ട് കേൾക്കുന്നതാണ്, അത് നാവ് കൊണ്ട് രുചി അറിയുന്നതാണ്, അത് നമ്മുടെ തൊലി കൊണ്ട് നമ്മൾ കൊണ്ടറിയുന്നതാണ്. അപ്പൊ ഇതൊക്കെ പെർസെപ്ഷനിൽ പെടുന്നതാണ്. പിന്നെ മെമ്മറി അതിൽ തന്നെ ഉണ്ട്, നമുക്ക് അധികം പറയാനൊന്നുമില്ല. നമ്മൾ മനസ്സിൽ എടുത്തു വെക്കുന്ന ഇൻഫോർമേഷൻ, അതായത് നമ്മൾ ഒരു കാര്യം പുതുതായി നമ്മൾ കാണുമ്പോൾ അത് നമ്മൾ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. പിന്നെ നമ്മൾ അത് അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, അതൊക്കെയാണ് മെമ്മറിയിൽ നോക്കുന്നത്. പിന്നെ ലോജിക് ആൻഡ് റീസണിങ്, അതായത് ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ, അതേപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം ചിലപ്പോൾ വരും. അതായത് നമ്മൾ അവിടെ നമ്മുടെ എന്താ പറയാ
നമ്മുടെ തിങ്കിങ് എബിലിറ്റി നമ്മൾ പുറത്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം വരും. അവിടെയാണ് കോഗ്നേറ്റീവ് എബിലിറ്റീസിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ പ്രോസസ്സിംഗ് സ്പീഡ്. എല്ലാവരും ഒരുപോലെയാണോ ചിന്തിക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞു, ആൾക്കാരൊക്കെ ഇൻഡിവിജ്വൽസ് ആണ്, എല്ലാവരും യുണീക്കാണ്. അപ്പൊ ആ യുണീക്നെസ് നമ്മൾ തിങ്കിങ്ങിലും പ്രോസസ്സിംഗ് സ്പീഡിലും ഉണ്ട്. അപ്പം എത്രത്തോളം വേഗം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, എത്രത്തോളം വേഗം ആ കാര്യം മനസ്സിലാക്കി നമ്മൾ പ്രതികരിക്കുന്നു, അവിടെയാണ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. സ്പേഷ്യൽ എബിലിറ്റി, ലാംഗ്വേജ്, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്. അതായത് നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ്, സംസാരിക്കുന്നത് മാത്രമല്ല ലാംഗ്വേജ്, നമ്മൾ കൈകൊണ്ട് കാണിക്കുന്നതും ലാംഗ്വേജ് ആണ്, അതും ഇതിൽ പെടും. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കുറച്ച് തിയറീസ് നമുക്ക് നോക്കാം. തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. അപ്പം ആദ്യം വരുന്നത് വെച്ചാൽ യൂണിഫാക്ടർ തിയറി. ഇപ്പൊ യൂണിഫാക്ടർ തിയറി പ്രൊപ്പോസ് ചെയ്തത് ആൽഫ്രഡ് ബിനെറ്റ് എന്നുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ അയാൾ പറഞ്ഞത് വെച്ചാല് ഈ എന്താ പറയാ, ഇന്റലിജൻസ് എന്നുള്ളത് ഒരു യൂണിഫൈഡ് സെറ്റ് ഓഫ് മെന്റൽ എബിലിറ്റീസ്. അതായത് ഇന്റലിജൻസിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ട് പാർട്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു മൊത്തത്തിലൊരു സെറ്റ് ആയിട്ടാണ് എന്താ പറയാ ആൾക്കാർക്ക് ഇന്റലിജൻസ് ഉണ്ടാവുക എന്നാണ് ആൽഫ്രഡ് ബിനെറ്റ് പറയുന്നത്. പക്ഷേ ഇത് തീർച്ചയായും ഒരു തെറ്റായ ഒരു ധാരണയാണ്. എല്ലാവർക്കും അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ എല്ലാവരും നമ്മുടെ കയ്യിലുള്ള ഫോണുകൾ പോലെ എല്ലാവരും ഒരേപോലെ പ്രവർത്തിച്ചേനെ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൊണ്ടാണ് ഈ ലോകം ഇത്രയും സുന്ദരമായി ഇരിക്കുന്നത്. ചിലവർക്ക് കൂടുതലായിരിക്കും, ചിലവർക്ക് കുറവായിരിക്കും. എന്ത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാവരും ഡിഫറെന്റ് ആണ്. ഒരു 3D പ്ലെയിനിൽ ഒരിക്കലും നമ്മള് എല്ലാവരും മുകളിൽ എല്ലാവരും താഴെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ആൽഫ്രഡ് ബിനെറ്റ് പറഞ്ഞ കാര്യം തീർച്ചയായും തെറ്റാണ്. അത് പിന്നീട് അത് തള്ളിക്കളയുകയായിരുന്നു ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഹവാർഡ് ഗാർഡ്നർ എന്നുള്ള സൈക്കോളജിസ്റ്റിന്റെ തിയറി പ്രകാരം ഇന്റലിജൻസ് എന്ന് പറയുന്നത് 8 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലിപ്പോൾ ലിംഗ്വിസ്റ്റിക്, ലോജിക്കൽ, മാത്തമാറ്റിക്കൽ, ഇന്റർപേഴ്സണൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ വരുന്നത് മ്യൂസിക്കൽ, അതേപോലെ ബോഡി, അതേപോലെ സ്പേഷ്യൽ, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ ആൻഡ് നാച്ചുറലിസം. അപ്പൊ ഇങ്ങനെ ഏകദേശം ഒരു 8ഓളം വ്യത്യസ്തമായ ഇന്റലിജൻസ് നമ്മൾ മനുഷ്യർക്കുണ്ട്. ഈ 8 ഇന്റലിജൻസും എല്ലാവർക്കും യുണീക്ക് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ യുണീക്ക് ആയിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ അപ്പൊ യുണീക്ക് ആയിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളായിരിക്കും ഓരോരാൾക്കും. അപ്പൊ അത് അതിന്റെ ലെവല് കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. അപ്പൊ ഓരോ മനുഷ്യർക്കും ഓരോ ലെവലിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഹവാർഡ് ഗാർഡ്നർ ഇതിൽ പറയുന്നത്. പിന്നെ വരുന്നത് സ്റ്റേൺബർഗ്സ് ട്രയാർക്കിക് തിയറി. അപ്പം സ്റ്റേൺബർഗിന്റെ പറയുന്നത് ഇന്റലിജൻസ് എന്നുള്ളത് 3 എണ്ണത്തിന്റെ ഒരു സെറ്റാണ്. അതായത് അനലിറ്റിക്കൽ, ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ. ഇത് 3ഉം കൂടിയിട്ടാണ് ഈ 3 ടൈപ്സ് അല്ലെങ്കിൽ 3 എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ 3 പാർട്സ് ആയിട്ടാണ് നമുക്ക് ഇന്റലിജൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ട്രൈആർക്കിക്, ട്രൈ ഇതിൽ തന്നെയുണ്ട് ട്രൈ, അപ്പം ആർക്കേക്ക്. അപ്പൊ അങ്ങനെ ഒരു ഷേപ്പാണ് ഇന്റലിജൻസിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താ പറയാ, അപ്പൊ റോബർട്ട് ജെ സ്റ്റേൺബർഗ് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് സ്റ്റേൺബർഗ് പറഞ്ഞത്. പിന്നെ വരുന്നത് വെച്ചാല് സ്പിയർമാൻ പറഞ്ഞത് വെച്ചാൽ 2 ഫാക്ടർ തിയറി. നമ്മൾ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ എന്നൊക്കെ ഫോണിൽ കേട്ടിട്ടുണ്ടാവും. ഇതങ്ങനെയല്ല. ഇത് വെച്ചാൽ ഡിഫറെന്റ് ആണ്. അതായത് മനുഷ്യരുടെ ഇന്റലിജൻസ് വെച്ചാൽ 2 അബിലിറ്റീസ്, അതായത് 2 സ്പെസിഫിക് ആൻഡ് ജനറൽ അബിലിറ്റീസ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്റലിജൻസ് വേരി ചെയ്യുന്നത്. ഈ ജനറൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു ഇത് തന്നെയാണ്. അതായത് അത് ഇനേറ്റ് ആയിരിക്കും, അത് ജനിച്ചത് മുതൽ ഉണ്ടാവും, അതെല്ലാവർക്കും ഉള്ളതാണ്. സ്പെസിഫിക് ആയിട്ടുള്ള അബിലിറ്റീസ് വരുന്നത് അത് നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രം. അപ്പം ജനറലും സ്പെസിഫിക്കും ആയിട്ടുള്ള അബിലിറ്റീസ് ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഒരു എന്താ പറയാ ഒരാളെ നമുക്ക് അവരുടെ ഇന്റലിജൻസ് എന്നുള്ളത് കുറച്ചുകൂടി കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റൂ എന്നാണ് ഈ തിയറിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക? അതായത് ബുദ്ധി എന്നുള്ളത് ഹൈറ്റ്, വെയിറ്റ് ഒക്കെ നമ്മൾ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്?
നമ്മൾ അതൊക്കെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ സൈക്കോളജിക്കലായിട്ടുള്ള ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് നമ്മൾ മെഷർ ചെയ്യും, അതാണ് ഇവിടെ നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കോഗ്നേറ്റീവ് അബിലിറ്റീസ്. അപ്പം നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് അസസ്മെന്റ്സ്, സ്റ്റാൻഡേർഡൈസ്ഡ് എക്സാംസ്. അതായത് നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്കൽ ടെസ്റ്റ് കൂടെ മാത്രം നമുക്ക് മെന്റൽ ഇത് നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റൂല. അവിടെയാണ് ഇങ്ങനെയുള്ള എക്സാംസിന്റെ സഹായങ്ങൾ നമ്മൾ തേടേണ്ടി വരുന്നത്. അപ്പം മെയിനായിട്ട് കുറച്ച് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് IQ ടെസ്റ്റ്. IQ, നമ്മുടെ IQ എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ആവറേജ് IQ ഇത്രത്തോളം IQ ഉണ്ട്. ചില 120 IQ ഉള്ള ആളൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള ആളായിരിക്കും, അതിൽ കുറഞ്ഞ ആളൊക്കെ ആവറേജ് ആണ്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം മെമ്മറി റീകോൾ ടാസ്ക്, അതായത് എന്താ പറയുക, ഒരു കാര്യം നമുക്ക് കാണിച്ചു തന്ന് അത് നമ്മളോട് റീകോൾ ചെയ്യാൻ പറയുക. പിന്നെ റീസണിങ് ടെസ്റ്റ്. നമുക്ക് ഭയങ്കര എന്താ പറയുക യുണീക്ക് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും, കാരണം ഓരോരാളും ഓരോ കാര്യങ്ങളാണ് അതിൽ പറയുന്നുണ്ടാവുക. അപ്പം ഇതൊക്കെ എന്തിനാണ്? വൈ മസ്റ്റ് വി മെഷർ, വൈ മസ്റ്റ് വി അസസ് കോഗ്നിറ്റീവ് അബിലിറ്റീസ്? ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെല്ലാവരും യുണീക്കാണ്. അപ്പൊ യുണീക്ക് ആയിട്ടുള്ള ആൾക്കാരെ അതിനനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ഇടണം, അല്ലേ? അപ്പം ബുദ്ധി കൂടിപ്പോയ ആളെ പിടിച്ചിട്ട് നമ്മൾ അയാളുടെ ബുദ്ധിയേക്കാൾ കുറഞ്ഞ ലെവലിൽ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഒരു 2ാം ക്ലാസ്സുകാരൻ, പക്ഷെ ഈ 2ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി എന്നുള്ളത് ഒരുപക്ഷെ ഒരു എന്താ പറയാ ഫൈനൽ ഇയർ ഡിഗ്രി പഠിക്കുന്ന ഒരാളുടെ ബ്രെയിൻ കപ്പാസിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ലെവലിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവൻ ആ 2ാം ക്ലാസ്സിൽ എത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അവരുടെ എഡ്യൂക്കേഷണൽ കരിയർ ആയാലും, അതേപോലെ ഈ അക്കാഡമിക്സ് ആയാലും, അതേപോലെ അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലായാലും എല്ലാത്തിലും നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം അവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പെട്ടുപോകും. അപ്പം എങ്ങനെ നമുക്ക് കോഗ്നിറ്റീവ് അബിലിറ്റീസ് നമുക്ക് എൻഹാൻസ് ചെയ്യാം, അതായത് എങ്ങനെ ഇത് കൂടുതൽ ശക്തിപ്പെടുത്താം? അപ്പം എല്ലാവരും സ്ഥിരം പറയുന്നത് പോലെ തന്നെ റെഗുലർ ആയിട്ട് മെന്റൽ എക്സസൈസ് ചെയ്യാം. അപ്പൊ നമ്മളെ ഫിസിക്കൽ എക്സസൈസ് നമുക്ക് എന്തും ചെയ്യാം, നീന്താൻ പോവാം, സൈക്കിള് ചവിട്ടാം, ജിമ്മിൽ പോയി കുറച്ച് വെയിറ്റ് എടുക്കാം, അതൊക്കെ പറ്റും. പക്ഷെ ഈ മെന്റൽ അബിലിറ്റി നമ്മൾ എങ്ങനെ എക്സസൈസ് ചെയ്യും? അപ്പൊ അതിനൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങളാണ് പസിൽസ് സോൾവ് ചെയ്യുക. പസിൽസ് സോൾവ് ചെയ്യുന്ന നമ്മൾ എന്താണ്, അവിടെ നമ്മുടെ റീസണിങ് അബിലിറ്റി പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് ഇത് അവിടെ വെച്ചാൽ ഇങ്ങനെ വരുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. സോ പസിൽസ് ഒക്കെ, അതേപോലെ റീഡിങ്, വായിക്കണം, വായിച്ചാൽ വളരും, അങ്ങനെയല്ലേ പറയുക. അതേപോലെ പ്രോബ്ലം സോൾവിങ് അബിലിറ്റീസ് നമുക്ക് സിമ്പിളായിട്ട് ഓൺലൈനിലൊക്കെ ടെസ്റ്റുകൾ കിട്ടും. അപ്പൊ ഇതൊക്കെ അല്ലെങ്കിൽ എല്ലാം പോട്ടെ, നമുക്ക് റിയൽ ലൈഫിൽ തന്നെ ഇൻസിഡൻസ് കുറെ കിട്ടും. അപ്പൊ അതൊക്കെ നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാം. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് കൊണ്ട് എല്ലാം അതിൽ ഉൾപ്പെടും. അതിന്റെ ബാക്കിയായിട്ട് ഈ പറയുന്ന അഡിക്വേറ്റ് സ്ലീപ്പ്, ബാലൻസ്ഡ് ന്യൂട്രീഷൻ, ഇതൊക്കെ അതിൽ തന്നെ പെടും, ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ തന്നെ. അതായത് നന്നായി ഭക്ഷണം കഴിക്കുക, നന്നായി എന്നുള്ള സെൻസിൽ ആവശ്യം നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, നന്നായി ഉറങ്ങുക. ഇപ്പം അഡൽട്സ് ആയാൽ 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം എന്നാണ് പറയാ, പക്ഷെ പകുതി പേരും അങ്ങനെ ഉറങ്ങാറില്ല. സോറി. അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ബോഡിക്ക് വേണ്ട വൈറ്റമിൻസ്, ന്യൂട്രീഷൻസ്, പ്രോട്ടീൻസ്, ഇതൊക്കെ ആവശ്യത്തിലധികം എത്തിക്കുക, വെള്ളം കുടിക്കുക നല്ലോണം, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ continuous learning and adapting to new challenges nurture cognitive growth. അതായത് നമ്മുടെ സേഫ് സോൺ എന്നൊക്കെ പറയും. അതായത് നമ്മൾ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സോണിൽ, അതായത് ഒരിക്കലും അനങ്ങാത്ത അല്ലെങ്കിൽ സ്ഥിരം എപ്പോഴും ഒരേപോലെ ഉണ്ടാവുന്ന ഒരു സ്ഥലത്ത് നിന്നാൽ നമ്മുടെ മെന്റൽ ഗ്രോത്ത് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളിൽ ഇടപെടണം, പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് കൊണ്ടാൽ മാത്രമേ നമ്മുടെ കോഗ്നിറ്റീവ് അബിലിറ്റീസ് ഒക്കെ ഇമ്പ്രൂവ് ആവും. അപ്പം അവസാനമായിട്ട് എല്ലാം കൂടി നമ്മൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. ഇതും ഒരു തരത്തില് ഒരു കോഗ്നിറ്റീവ് അബിലിറ്റി ആണ്. നമ്മൾ ഇപ്പം ഈ ക്ലാസ് എടുത്തതൊക്കെ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്.
Psychological attributes, especially cognitive abilities, are central to personal and professional success. ഈ ബാക്കി ആട്രിബ്യൂട്ട്സ് മോശമാണ് അല്ലെങ്കിൽ ബാക്കി ആട്രിബ്യൂട്ട്സ് ആവശ്യമില്ല എന്നല്ല, എല്ലാ ആട്രിബ്യൂട്ട്സും ഉണ്ട്. പക്ഷെ കോഗ്നിറ്റീവ് അബിലിറ്റീസ് നമുക്ക് അത്യാവശ്യമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പം കോഗ്നിറ്റീവ് അബിലിറ്റീസ് ഒരിക്കലും ഒരേ ലെവലിൽ ആയിരിക്കില്ല. ഒരു 10 പേരെടുത്താൽ ഈ 10 പേരുടെയും കോഗ്നിറ്റീവ് അബിലിറ്റീസ് വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി അവരുടെ പഠനങ്ങൾ, അതേപോലെ അവർക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ ഒരു ആവറേജ് ക്ലാസ് റൂമിൽ ഒരു 40 മുതൽ 60 വരെ കുട്ടികളുണ്ടാവും. ഇപ്പൊ ഈ 40-60 കുട്ടികളുടെയും ഇമോഷണൽ വേരിയേഷൻ എത്ര വ്യത്യാസം ഉണ്ടാവും. എല്ലാം വേറെ വേറെ ലെവലിലുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അവരെ നമ്മള് അവർക്ക് അനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. എന്നാലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് നന്നായി മുന്നോട്ട് പോകാൻ പറ്റൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കോഗ്നിറ്റീവ് അബിലിറ്റീസ് ആൻഡ് താങ്ക് യു.